കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടി യൂത്ത് കോൺഗ്രസ്. മലപ്പുറം തിരൂരിലെ തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് അടച്ചുപൂട്ടിയത്. കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിയമനത്തിൽ കോഴ വാങ്ങിയെന്നും പണം ഡയറക്ടർമാരായ കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് വെൽഡ് ചെയ്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ. വിവരങ്ങൾ. രോഹിണി, ഇന്ന് രാവിലെയാണ് സംഭവം. മലപ്പുറം തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിയമനത്തിൽ ക്രമക്കേട് നടന്നു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തലക്കാട് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പൂട്ടിയിരിക്കുന്നത്. അതും താഴേക്ക് വെൽഡ് ചെയ്തിട്ടാണ് പൂട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് തുറക്കാൻ കഴിയാത്ത തരത്തിൽ അത്തരത്തിൽ വെൽഡ് ചെയ്ത് പൂട്ടിയിരിക്കുകയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള വിഭാഗീയത കൂടി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത കൂടി നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തലക്കാട് പഞ്ചായത്ത്. ഇവിടെ നിയമനം നടത്തി അതിന്റെ ഡയറക്ടർമാർ ഈ തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിയമനം നടത്തി അതിന്റെ ഫണ്ട് അവർ കൈക്കലാക്കി, അവർ തന്നെ വിനിയോഗിച്ചു എന്നാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തർക്കം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് കൂടി താഴിട്ട് പൂട്ടിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ അത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് DCCക്ക് പരാതി നൽകിയിട്ടുണ്ട്. DCC ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷ എന്നാണ് അദ്ദേഹം നമ്മൾ ഫോൺ വഴി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. രോഹിണി, ശരി, ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.